ഫെബ്രുവരി 8 ശനിയാഴ്ച. മാർക്കോസ് 6:30 മുതൽ 34 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയി കുറച്ചു നേരം വിശ്രമിക്കാൻ പറയുന്നത് കാണാം. അപ്പോസ്തലന്മാർ അവരുടെ ആദ്യ പരിശീലന ദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ എത്ര ക്ഷീണിതരാണെന്ന് യേശു കണ്ടു. വിശ്രമിക്കാൻ അവരെ ക്ഷണിച്ചു. അവർ ജനക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആളുകൾ അപ്പോഴും അവരെ പിന്തുടർന്നു. വാസ്തവത്തിൽ യേശുവിനും അവൻ്റെ അപ്പോസ്തലന്മാർക്ക് മുമ്പായി ആദ്യം അവർ എത്തേണ്ടിയിരുന്നിടത്ത് ജനങ്ങളെത്തി. പലപ്പോഴും ജോലിയും പ്രശ്നങ്ങളും മൂലം നാം എല്ലാവരും ക്ഷീണിതരാകുന്നു. ക്ഷീണത്താൽ നാം ദുർബലരുമാവുന്നു. ചിലപ്പോൾ നമ്മുടെ ക്ഷീണം നാം സ്വയം ചുമത്തുന്ന വലിയ ദൗത്യം മൂലമാണ്. നമ്മുടെ ശാരീരിക പരിമിതികൾ കർത്താവ് ശരിക്കും മനസ്സിലാക്കുന്നുവെന്നും വിശ്രമിക്കാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നും സുവിശേഷം നമ്മോട് പറയുന്നു. മത്തായി 11:28 യേശുനാഥൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലരും നാളെ എന്ന ഒന്നില്ലെന്ന മട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞായറാഴ്ച വിശ്രമ ദിനമായി പ്രഖ്യാപിച്ചാലും ഈ ദിവസം ഇപ്പോഴും ധാരാളം ആളുകൾ ജോലിക്ക് പോകുന്നു. ഓവർ ടൈം ജോലി ചെയ്യുന്നതും സമയത്തിന് റിപ്പോർട്ട് പൂർത്തിയാക്കാൻ പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കുന്നതും ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസികവും വൈകാരികമായ ആരോഗ്യത്തിനും ഹാനികരമാണ്. അതിനാൽ അല്പസമയം വിശ്രമിക്കാൻ യേശുവിൻ്റെ ക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ആത്മാവിനെയും റീചാർജ് ചെയ്യുകയും അതുവഴി നമ്മുടെ സുബോധം നിലനിർത്തുകയും ചെയ്യും. ക്ഷീണിതരാകുമ്പോൾ വിശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ ഒരു ധ്യാനത്തിന് പോകുന്നത് പോലെയാണ്. ഇന്നത്തെ സുവിശേഷ വായനയിൽ നഗര ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് അകലെ ഒരു സ്ഥലത്തേക്ക് പോകാനും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിൽ വിശ്രമിക്കാനും നമ്മെ ശല്യപ്പെടുത്താൻ ഒന്നിനും കഴിയാത്തതിനാൽ അവന് നമ്മെ പലതും പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാനുമാണ് യേശു നമ്മോട് പറയുന്നത്. ആളുകളോട് അതെ എന്ന് പറയാൻ ഒരു സമയമുണ്ട്, അതുപോലെ തന്നെ ഇല്ല എന്ന് പറയാനും ഒരു സമയമുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും ശരിയായ പ്രവർത്തനഗതി നിർണ്ണയിക്കാൻ കഴിയുന്നതിന് വിവേചനത്തിൻ്റെ ദാനം നൽകാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. അപ്പോസ്തലന്മാർക്ക് വിശ്രമം ആവശ്യമായിരുന്നു. സുഖം പ്രാപിക്കാനും റീചാർജ് ചെയ്യാനും ആത്മീയ പോഷണം നേടാനും അവർക്ക് സമയം വേണം. പക്ഷേ യേശുവിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ അവനെ അനുഗമിച്ചു. അവർ വിശ്രമത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് ജനങ്ങളെത്തി. യേശു അനുകമ്പയോടെ അവർക്ക് ഭക്ഷണം നൽകി അവരുടെ ആവശ്യങ്ങൾക്ക് ആത്മീയമായും ശാരീരികമായും പ്രതികരിച്ചു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആവശ്യക്കാരായ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ നമ്മെ തന്നെ കൂടുതൽ നന്നായി തയ്യാറാക്കാൻ ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ യേശുവേ, നിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയന്മാരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഞങ്ങൾ നിൻ്റെ കൈകളായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.